ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഹെഡ്സിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സ്കിന്നിൽ വൈറ്റ് ഹെഡ്സ് ഉണ്ടാവും, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഇപ്പൊ നമ്മുടെ ഫേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോൾസ് ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിലേക്ക് അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓപ്പൺ പോൾസ് ഉണ്ടാവും, ക്ലോസ്ഡ് ആയിരിക്കും. ചിലത് ക്ലോസ് ആയിട്ടുള്ളത്, ചിലത് ഓപ്പൺ ആയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാകും. അപ്പൊ ഇതിനകത്ത് ഈ മൂന്ന് സംഭവത്തിനകത്തൊക്കെ നമ്മുടെ വല്ല ബാക്ടീരിയാസോ അല്ലെങ്കിൽ ഭയങ്കര പൊല്യൂഷൻ ആയിട്ട് ഡസ്റ്റ് വല്ലതും കയറിയിരിക്കും, അല്ലെങ്കിൽ ഓയിൽസ് കയറി ഫില്ല് ആകും, സെബം പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടായിട്ടേ. അപ്പൊ അങ്ങനെയൊക്കെ കയറി ഇത് ക്ലോഗ്ഡ് ആവുന്ന അല്ലെങ്കിൽ ഇത് അടഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ ഹെഡ്സ് എന്ന് പറയുന്നത്. അത് മേ ബി ചിലർക്ക് വൈറ്റ് ഹെഡ്സ് ആയിരിക്കും, ചിലർക്ക് ബ്ലാക്ക് ഹെഡ്സ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് പോൾസ് വന്നിട്ട് നിങ്ങൾക്ക് ഓപ്പൺ പോൾസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് ആയിരിക്കും, നിങ്ങൾക്ക് ക്ലോസ്ഡ് പോൾസ് ആണ് ഉള്ളതെങ്കിൽ വൈറ്റ് ഹെഡ്സ് ആയിരിക്കും. എന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് വൈറ്റ് ഹെഡ്സ് ആയിരുന്നു. എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇല്ല. ഹെയർ ഫോളിക്കിൾസിൽ അത് കയറിയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ, അത് നമ്മുടെ ഈ കുഞ്ഞി രോമങ്ങൾ ഉണ്ടല്ലോ, ഹെയർ ഉണ്ടല്ലോ നമ്മുടെ ഫേസിലെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ രോമക്കുത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സംഭവങ്ങളും അതിനകത്തും ചിലർക്ക് ഇങ്ങനെ രോമക്കുത്ത് പഴുക്കുക, അതൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെയാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. അത് ഫേസിൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും ആകാം. എല്ലായിടത്തും നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്ടിലും ഈ സംഭവം ആപ്ലിക്കബിൾ ആണ്, എല്ലായിടത്തും ഇതുണ്ട്. നമ്മൾ പിന്നെ കുറച്ചും കൂടി ബ്യൂട്ടി റിലേറ്റഡ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഫേസിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഫേസിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് ഹെഡ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ തൊടുന്ന സമയത്ത് സ്ട്രോബെറിയിലൊക്കെ തൊടത്തില്ല, അതുപോലത്തെ ഒരു ഫീൽ ആയിരിക്കും ഭയങ്കരമായിട്ട്. ഈ ഒരു ഏരിയ, ഈ രണ്ട് ഏരിയ, ഈ മൂക്ക്, ഇവിടെ ഈ ഐബ്രോസിന്റെ ഒക്കെ നടുക്ക് വരുന്നത്, പിന്നെ ഈ ഒരു ഏരിയ, ഇത്രയും സ്ഥലത്താണ് എനിക്ക് വൈറ്റ് ഹെഡ്സ് വരുന്നത്. വൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിതരിയുടെ ഒരു എക്സ്ട്രീം ലെവൽ, ഭയങ്കര സിവിയർ ആയിട്ടുള്ള സംഭവമാണ് എനിക്ക് വൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. എനിക്കൊരു സമയത്ത് അറിയില്ലായിരുന്നു ഈ വൈറ്റ് ഹെഡ്സ് ഇരുന്നിരുന്നാണ് എനിക്ക് ആക്നീസ് വന്നുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് ആക്നി പ്രോൺ സ്കിൻ ആണ്, എനിക്ക് എപ്പോഴും ആക്നീസ് വരുന്നത്. പക്ഷേ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്സ് തന്നെയാണ്. ഇത് ഇരുന്നിരുന്നാണ് ഇത് കുറച്ച് കല്ലിച്ച് കുറച്ച് വലുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് മീൻസ് പോകെ അത് വന്നിട്ട് അത് ആക്നീസ് ആയിട്ട് മാറും, പിന്നെ പാട് വരും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊരു റെഗുലർ ഇന്റർവെല്ലിൽ നമ്മുടെ ഈ വൈറ്റ് ഹെഡ്സിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ യാതൊരു തലവേദനയും നമുക്കില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നെ ഭയങ്കര ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ചില ആളുകൾ വിചാരിക്കും ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഗുണം, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതോ, വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളടുത്ത് ഞാൻ പറയുന്നത്, ഇപ്പൊ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ മൂക്കും നമ്മുടെ വായും കൂടെ അങ്ങോട്ട് പൊത്തി പിടിച്ചാൽ നമുക്ക് ശ്വാസം മുട്ടത്തില്ലേ? ഒരു വഴിയില്ല, നമുക്ക് ശ്വാസം മുട്ടും, നമ്മൾ ക്രമേണ ചത്തുപോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന്റെ അവസ്ഥ. ഇപ്പൊ ഫേസ് ആണെന്നുണ്ടെങ്കിലും വേറെ ഇപ്പൊ ഒരു നമ്മുടെ ബോഡിയിൽ ഇപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലും ഈ സ്കിന്നിൽ ഫുള്ള് പോൾസ് ഉണ്ടല്ലോ. അപ്പൊ ഈ പോൾസ് എങ്ങനെ വേണമെങ്കിലും ഇത് അടഞ്ഞു പോകാം. ചിലപ്പോൾ ഇത് ഓയിൽ കയറി അടയാം, സെബം പ്രൊഡക്ഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ കൊണ്ട് അത് അങ്ങനെ അടഞ്ഞു പോകാം. അല്ലെങ്കിൽ ഡെഡ് സ്കിൻ കാരണം ഇത് അടഞ്ഞു പോകാം. സ്കിൻ ഡെഡ് ആയി അത് അങ്ങനെ തന്നെ ഇരുന്ന് അങ്ങ് അടഞ്ഞു, നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളൊരു സ്ക്രബോ അല്ലെങ്കിൽ ഇതിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ എന്തെങ്കിലും അഴുക്കുകൾ കയറി ബാക്ടീരിയാസ് ആയിട്ട് അതിങ്ങനെ ഇരിക്കും. അപ്പോൾ കാലക്രമേണ നമുക്ക് ഈ രോമക്കുത്ത് പഴുക്കുക അങ്ങനത്തെ സംഭവങ്ങൾ സ്കിന്നിൽ നമ്മുടെ ബോഡി പാർട്സിൽ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരും. അല്ല നമ്മുടെ ഫേസിലാണെങ്കിൽ അത് ക്രമേണ ആക്നി അല്ലെങ്കിൽ പിമ്പിൾസ് ആയിട്ട് മാറി അതിങ്ങനെ ഭയങ്കര പ്രശ്നമായി വരും. ഇനി നിങ്ങളത് എടുക്കുന്നേ ഇല്ല, ഫുള്ള് നമ്മുടെ ഫേസിൽ ഇങ്ങനെയാണ്. ചിലതൊക്കെ ആക്നീസ് ആയിട്ട് പിമ്പിൾസ് ആയിട്ട് പൊട്ടി അതിന് സ്വയം അത് എന്ത് ചെയ്യും, പുറത്തോട്ട് വരാനുള്ള വഴി കണ്ടുപിടിക്കും. ചിലത് അങ്ങനെ ഇരുന്ന് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമ്മുടെ സ്കിന്നിന് ചത്തുപോയിക്കോളും. അതായത് ആ സെൽസ് അങ്ങ് ചത്തുപോകും. അപ്പൊ സെൽസ് ഇങ്ങനെ ചത്തുപോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഏജ് ആവും. നമ്മുടെ ഫേസിന്റെ ഈ ഒരു ഏരിയ ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ വലിയ വ്രിങ്കിൾസ് ഒക്കെ വന്ന് ഏജ് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെയൊക്കെ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടി 2 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വീക്ക്ലി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ എനിക്ക് അതിനനുസരിച്ച് നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് വൈറ്റ് ഹെഡ്സ് അത്രയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പയ്യെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ആദ്യത്തെ നമ്മുടെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ജെലാറ്റിൻ ആണ്. ജെലാറ്റിൻ നമുക്കറിയാം നമ്മുടെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്കിൻ റെമഡിയാണ് ജെലാറ്റിൻ എന്ന് പറയുന്നത്. ജെലാറ്റിൻ നമ്മുടെ ഡെഡ് സ്കിന്നിനെയും അതുപോലെ തന്നെ പോസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പീൽ ഓഫ് ആയിട്ടൊക്കെ നമ്മൾ ജെലാറ്റിൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ സ്കിൻ ടോൺസിനെ ഒക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ അൺഇവൻ ടോൺ ഉള്ള ആളുകൾക്ക് ടോൺ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, കുറച്ച് വെളുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ജെലാറ്റിൻ. അത് പീൽ ഓഫ് ആയിട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് ഫേസ് മാസ്കുകളൊക്കെ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെഡ് സ്കിന്നിനെ നല്ല രീതിയിൽ റിമൂവ് ചെയ്യും. വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സിനെ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പീൽ ഓഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മൊത്തത്തിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു സൊല്യൂഷൻ ആണ്. നമ്മുടെ യൂണിവേഴ്സൽ റെമഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാലോ, നമ്മുടെ സ്കിന്നിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസിനും വേണ്ടി ജെലാറ്റിൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഫുള്ളി ഒരു റെജുനേഷൻ ഫീൽ കിട്ടാൻ വേണ്ടി ജെലാറ്റിൻ ഒരു അടിപൊളി ബ്യൂട്ടി റെമഡിയാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ ജ്യൂസ് ആണ്. ടൊമാറ്റോ ജ്യൂസ് നമുക്കറിയാം നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്രൈറ്റനിങ് ഏജന്റ് ആണ്. അതുപോലെ തന്നെ പോസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഡസ്റ്റ് അതിനകത്തുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഫിൽ ആയിട്ടിരിക്കുകയാണ്, ഓപ്പൺ ചെയ്ത് നമ്മുടെ പോസിനെ ഓപ്പൺ ചെയ്ത് അതിനെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്നീസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഏജിങ്ങിനെ തടയുന്നുണ്ട്. പെട്ടെന്ന് ഏജ് ആയി നമ്മളിങ്ങനെ വ്രിങ്കിൾസ് ഒക്കെ ചുളിഞ്ഞൊക്കെ ഇരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ടൊമാറ്റോ ജ്യൂസ് കുറേ സ്കിൻ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. സോ നമ്മൾ ഈ 2 ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ഹോം റെമഡി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്.
കുളി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് നമ്മൾ ചൂട് വെള്ളത്തിൽ മുഖം കഴുകി നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഈ പോൾസ് ഒക്കെ കുറച്ചൊന്ന് ലൂസ് ആയിരിക്കും. നമ്മൾ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് വന്നാൽ കുറച്ച് ടൈറ്റൺ ആയി പോകും. ആ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഇതൊക്കെ ഒന്ന് അയഞ്ഞിരിക്കുമായിരിക്കും. നമ്മൾ നോർമൽ സമയത്ത് ഒരു നട്ടുച്ച സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിരിക്കും നമ്മുടെ വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ കുളി കഴിഞ്ഞ് ഈ നനവോടെ വരുന്ന സമയത്ത് എല്ലാം ഒന്ന് കുതിർന്നിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഒരു പീൽ ഓഫ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈം നമ്മൾ കുളി കഴിഞ്ഞിട്ടുള്ള ടൈം ചൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മളിതിന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ഒരു വൈറ്റ് ഹെഡ്സ് ഉള്ള ഏരിയയിൽ, എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇല്ല, വൈറ്റ് ഹെഡ്സ് ആണുള്ളത്. അപ്പോൾ വൈറ്റ് ഹെഡ്സ് ഉള്ള ഏരിയയിൽ മാത്രമാണ് ഞാൻ നല്ല രീതിയിൽ ഇട്ടിട്ട് അത് പീൽ ഓഫ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഏരിയയിൽ ഞാൻ ഇടുന്നുണ്ട്. പക്ഷെ മേ ബി അത് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വേദനയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പീൽ ഓഫ് ചെയ്യാൻ നിൽക്കില്ല. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയായിരിക്കുള്ളൂ ചൂടുവെള്ളത്തിലോ മറ്റോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഞാൻ പീൽ ഓഫ് തന്നെ ചെയ്തെടുക്കും. എത്ര പെയിൻഫുൾ ആണെങ്കിലും ചെയ്യും. കാരണം നമുക്ക് ആ ഒരു, എനിക്ക് കണ്ടോ, ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല, എനിക്ക് അത്രയ്ക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ട്, ഭയങ്കര വൈറ്റ് ഹെഡ്സുകളാണ്. അപ്പൊ അതിന്റെ വൈറ്റ് ഹെഡ്സിന്റെ ഗുണം ദോഷം എന്നൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഐസ്ക്രീമിന്റെ ആ ഒരു സ്പൂണാണ്. ഇത് ഞാൻ ക്യാമറയിൽ നോക്കിയിട്ടാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു നിങ്ങളെ നോക്കാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, ഇങ്ങനത്തെ സാധനങ്ങൾ ഒട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെയർ ഒന്ന് ടൈ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഞാനിപ്പോൾ കുളിച്ചൊന്ന് വന്നതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊക്കെ നിന്നാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. ഫുൾ ഫേസിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് ഐബ്രോസിന്റെ ഐഡിയ കണ്ണിന്റെ ഏരിയ അപ്ലൈ ചെയ്തില്ല, കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല. സോ ഇത് നമുക്ക് ഡ്രൈ ആയതിനു ശേഷം കാണാം. ഇന്നിപ്പോ ഞാൻ ഈ ഹോം റെമഡി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 days ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ ഫേസിൽ ഞാൻ കാണിക്കാം. ക്ലിയർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര തരിതരി ഇല്ല. നല്ല സ്മൂത്ത് ആണ് ഫേസ്. ഒരു 1 week വരെയൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. ഈ ഒരു ഏരിയ ആണെങ്കിലും നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര തരിതരിയാണ്. ഞാൻ ആ വീഡിയോയിൽ ഞാൻ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം, ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രയ്ക്കൊരു ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക്ഔട്ട്സ് ആയി എന്തെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ബ്രേക്ക്ഔട്ട്സ് ആയി നെറ്റിയുടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര തരിതരി പോലെ പെട്ടെന്ന് ഒരു ദിവസം
രാവിലെ പെട്ടെന്ന് കുരുക്കൾ വന്നു എന്നൊക്കെ നിങ്ങൾ കാണാറില്ലേ, കുറെ ആളുകൾ പറയാറില്ലേ? ആക്ച്വലി അത് വന്നിട്ട് ഹെഡ്സ് ആവാൻ സാധ്യതയുണ്ട്. മേ ബി അത് വൈറ്റ് ഹെഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് ആക്നി ആവാനോ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് ആവാനോ സാധ്യതയില്ല. ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചായിരുന്നു, പക്ഷെ അത് അങ്ങനെ ആവാനുള്ള ചാൻസ് ഇല്ല. നിങ്ങളൊരു ഈ ഒരു പീൽ ഓഫ് നിങ്ങൾ ചെയ്ത് നോക്കൂ. ഇത് മസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ ഒന്ന് പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങ് പോരും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ആക്നീസ് ഒക്കെ എവിടെ പോയി എന്ന്. അതൊരു മനസ്സിലാവേണ്ട കാര്യമാണ്. എല്ലാവരും വിചാരിക്കുന്നത് ആക്നീസ് ആണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും യൂസ് ചെയ്ത സാധനത്തിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വന്നതാണെന്നൊക്കെയാണ്. പക്ഷെ അങ്ങനൊന്നും അല്ല, ഇത് ഹെഡ്സ് ആണ്. സോ ഓയിൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ബാക്ടീരിയാസ് ഡസ്റ്റ് ഒക്കെ അടിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഇങ്ങനെ വെളിയിലോട്ട് ഹെഡ്സ് ആയിട്ട് വരുന്നതാണ്. എങ്ങനെയും എണ്ണ എടുത്ത് കളയൂ എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.